ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അഭിലാഷം എന്ന മൂവിയുടെ കഥ കേട്ടാലോ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ നായകനായ അഭിലാഷ് ഒരു പെണ്ണ് കാണാനായി പോവുകയാണ്. ആ പെൺകുട്ടി ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് പെണ്ണ് കാണുന്നത്. അഭിലാഷിനാണെങ്കിൽ ഭയങ്കര പേടിയുള്ള ആളാണ്. ചില സമയത്ത് അമ്മയുടെ കൂടെ പോലും ഉറങ്ങാറുണ്ട്. അഭിലാഷിന്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആ പെൺകുട്ടി പറയുകയാണ്, കുട്ടിക്കാലത്ത് നടന്ന എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും, അതുകൊണ്ടായിരിക്കാം തനിക്ക് എപ്പോഴും പേടി തോന്നുന്നത്. കുറച്ച് മരുന്നുകളെല്ലാം അവന് കൊടുത്തു വിടുന്നുണ്ട് അവൾ. നായകന്റെ സ്റ്റോറിലേക്ക് പോകുകയാണ്. അവിടെ വരുമ്പോൾ ഒരു അത്തർ എടുത്തിട്ട് നായകൻ അത് മണപ്പിച്ച് നോക്കുകയാണ്. ഒരുപാട് ഇഷ്ടമാണ് നായകൻ ആ മണം. കടയിൽ ജോലി ചെയ്യുന്ന സുഹൃത ചോദിക്കുകയാണ്, ഈ കല്യാണമെങ്കിലും നടക്കുമോ എന്ന്. ഹീറോയ്ക്ക് പെണ്ണ് കാണലിനൊന്നും ഒരു താല്പര്യവുമില്ല. അവൾ ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പെണ്ണ് കാണാൻ പോയതെന്ന് അവൻ പറയുന്നു. കസിൻ സിസ്റ്ററായ ഷെറിനെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഹീറോയ്ക്ക് ഇഷ്ടമാണ്. നായകന്റെ ഇഷ്ടം ഷെറിനോട് ഒരിക്കൽ പോലും ഹീറോ പറഞ്ഞിട്ടില്ല. ഹീറോയുടെ കൂട്ടുകാർക്കെല്ലാം ഈ കാര്യം അറിയാമായിരുന്നു. സ്കൂളിൽ പഠിച്ച കാലത്ത് അവൾക്കൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കൽ പോലും അവൾക്ക് കൊടുക്കുവാനായി അവന് കഴിഞ്ഞില്ല. ഹീറോയാണെങ്കിൽ ഷെറിനെ കാണുവാനായി വരികയാണ്. അത്തറൊക്കെ പൂശിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഷെറിനെ കാണുവാനായി അവന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി അവൻ ഒരുങ്ങിയിട്ട് തിരിച്ച് അവളെ കാണുവാൻ പോകാനിരുന്നപ്പോൾ ഈ കാര്യമെല്ലാം അവന്റെ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. ഷെറിൻ വേറെ വിവാഹം കഴിച്ച് ഒരു കുട്ടിയുമുണ്ട്. അവളുടെ ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയും കൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. ഇതെല്ലാം ഹീറോയ്ക്കും അറിയാം. അവൾ വേറെ കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടെന്നും. എങ്കിലും ഹീറോയ്ക്ക് അവളോടുള്ള സ്നേഹം മറക്കുവാനായി കഴിയുന്നില്ല. ബാബുക്ക എന്ന് പറയുന്ന ഹീറോയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി പറയുകയാണ്, നീ ഇപ്പോഴെങ്കിലും അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാനായി അവനോട് നിർബന്ധിക്കുകയാണ്. എനിക്ക് ഒരു ദിവസം ഷെറിൻ അത്തർ വാങ്ങാൻ ഹീറോയുടെ കടയിലേക്ക് വരുന്നു. ഹീറോ അവൾക്ക് വേണ്ട അത്തറുകളെല്ലാം എടുത്തു കൊടുക്കുകയാണ്. അവൾക്ക് 10 അത്തർ വേണം. അവൾക്ക് ഫ്രണ്ടിന് ഗിഫ്റ്റ് ആയി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ട ആളുടെ അഡ്രസ് എല്ലാം പറഞ്ഞിട്ട് അവളാണെങ്കിൽ മറ്റൊരു കടയിലേക്ക് പോവുകയാണ്. നായകൻ അവളെ തന്നെ ഓർത്ത് നിൽക്കുകയാണ്. പണ്ട് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നായകൻ ഓർക്കുന്നത്. പണ്ട് നായകന് ഇരുട്ടൊക്കെ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ കൊണ്ടുവിടാനായി ഷെറിനായിരുന്നു വീട്ടിൽ കൊണ്ടുവിടുകയും അതിനുശേഷം അവളോട് ടോർച്ച് കത്തിച്ച് തിരിച്ച് അവൾ തന്നെ വീട്ടിൽ പോവുകയും ചെയ്യുമായിരുന്നു. അടുത്ത ദിവസം സ്കൂളിൽ പരിപാടിയാണ്. ഹീറോയാണ് അവിടെ ജഡ്ജായിട്ട് അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജഡ്ജിനുള്ള വസ്ത്രമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാറാണെങ്കിൽ അവിടെ വന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിനിയാണെങ്കിലോ എൻ്റേതിരിക്കുന്ന തട്ടം തരാമെന്ന് പറഞ്ഞ് അവളുടെ തട്ടമാണ് ഹീറോയ്ക്ക് ഇട്ടുകൊടുക്കുന്നത്. ആ തട്ടത്തിലെ മണം ഹീറോയെ ആകർഷിക്കുകയാണ്. ആ മണം കാരണം ഹീറോയ്ക്ക് കൂട്ടുകാരിയോട് സ്നേഹം തുടങ്ങുകയാണ്. ആ സ്നേഹമെല്ലാം കൂട്ടുകാരനോട് പറയുന്നുമുണ്ട്. അജേഷ് കൂട്ടുകാരനോട് പറയാണ്, നിനക്ക് അവളെ ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും അവളോട് ഇഷ്ടം പറയാനായി അവനോട് പറയുകയാണ്. നാളെ പ്രപ്പോസ് ചെയ്യാം, നാളെ കഴിഞ്ഞ് പ്രപ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങളാണ് കടന്നുപോയത്. അജേഷ് അവൾക്ക് വേണ്ടി ഒരു ലെറ്റർ വരെ ഉണ്ടാക്കിയിരുന്നു. ആ ലെറ്റർ കൊടുക്കാനായി കൂട്ടുകാരൻ പറഞ്ഞു. എന്നാലും അതുപോലും അവന് കഴിയുന്നില്ലായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് പ്രസന്റിലാണ്. പൂർണ്ണ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. ഇവിടെ വന്നത് അവളെ കാണാമല്ലോ എന്നുള്ള ആഗ്രഹത്തിലാണ്. എന്നാലും അവൾ വന്നില്ലായിരുന്നു. കൂട്ടുകാരനായ അജേഷ് ഇപ്പോൾ ഒരു വക്കീലായിട്ട് മാറിയിരിക്കുകയാണ്. അജേഷ് നായകനോട് പറയാണ്, എത്ര വർഷമായി നിനക്ക് അവളോടുള്ള സ്നേഹം, നീ എന്തായാലും ഇനിയെങ്കിലും അവളോട് ഇഷ്ടം പറയണമെന്ന് ഉപദേശിക്കുകയാണ്. രാത്രി സമയം അഭിലാഷ് വീട്ടിലേക്ക് പോകുന്നു. ഇരുട്ടത്തെ പേടിച്ചാണ് അഭിലാഷ് വീട്ടിലേക്ക് കയറുന്നത്. നായകനെ ഒരാൾ പേടിപ്പിക്കുകയാണ്. അതാരാന്ന് വെച്ചാൽ ഷെറിനായിരുന്നു. പിന്നെ ഷെറിനും അമ്മയും അഭിലാഷും കൂടെ സംസാരിക്കുകയാണ്. ഷെറിൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ മുംബൈയിലേക്ക് പോകണോ വേണ്ടിയോ എന്ന് ആലോചിക്കുകയാണ്. ഷെറിന്റെ ഭർത്താവിന്റെ പേര് അമീർ എന്നായിരുന്നു. ഷെറിൻ അമീറുമായി സ്നേഹിച്ചാണ് വിവാഹം ചെയ്തത്. അമീറിന് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. ഇവർ ഒളിച്ചോടിയത് കൊണ്ട് തന്നെ ഷെറിന്റെ അച്ഛന് ഇപ്പോഴും അവളോട് ദേഷ്യമാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെറിന്റെ സഹോദരൻ പാച്ചു അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവൾക്ക് രാവിലെ ആയപ്പോൾ ഒരു ലെറ്റർ കിട്ടുകയാണ്. അത് കാണുമ്പോൾ തന്നെ അവൾ പേടിച്ചു പോവുകയാണ്. അവൾ അവളുടെ സഹോദരനെ വിളിക്കുന്നു. എന്നാലും അവനെ കിട്ടുന്നില്ല. അവൾ പേടിച്ചുകൊണ്ട് ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ കത്ത് വായിക്കുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാകുന്നു അവൾ സ്മഗ്ലിംഗ് കേസിൽ പെട്ടിരിക്കുന്നു. ഷെറിൻ കുറച്ച് അത്തർ ഫ്രണ്ടിനായിട്ട് അയച്ചു കൊടുത്തില്ലേ, അതാണ് സ്മഗ്ലിംഗ് കേസായിട്ട് വന്നിരിക്കുന്നത്. ഇവർ അത്തർ തന്നെയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്.
സംസാരിക്കുന്നത്, എന്നാൽ അതിന്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയി, അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നമുണ്ടാകുന്നു. ഈ കാര്യമൊന്നും ആരോടും പറയുന്നില്ല. ഈ കാര്യത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ട് അജീഷിന്റെ അടുത്തേക്ക് പോകുന്നു. അവൻ വക്കീലാണല്ലോ. ഹീറോ ഈ കാര്യങ്ങളെല്ലാം അജീഷിനോട് പറയാണ്. അജീഷ് കേട്ടിട്ട് എന്തിനാണ് ഈ അത്രയൊക്കെ നീ അവിടേക്ക് അയച്ചു കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. എന്റെ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഞാൻ അയച്ചു കൊടുത്തതെന്ന് പറയുന്നു. പറയാണ് ഇത്രയിലെ അത്തറിന്റെ മണമൊക്കെ എന്റെ കൂട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്, എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് ചോദിക്കുകയാണ്. അജേഷ് ആണെങ്കിൽ ഹീറോയോട് പറയുവാണ് ഇതിലൊരു കുഴപ്പവും ഉണ്ടാകില്ല, കുറച്ച് പൈസ ഫൈനായിട്ട് അടച്ചാൽ മാത്രം മതി. പക്ഷേ അതങ്ങനെയല്ല, നിങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാകുമെന്ന് നീ അവളോട് പറഞ്ഞിട്ട് കുറച്ച് നാൾ നീ അവളുമായിട്ട് ചുറ്റിക്കറങ്ങാമല്ലോ, അതിനൊരു അവസരമാണെന്ന് അവൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്യും, നിനക്ക് അവളോട് ഇഷ്ടം പറയുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഹീറോ പറയുന്നു ഇതെല്ലാം അവൾ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന്. അജീഷ് പറയുകയാണ് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. അജീഷ് ഷെറിനോട് പറയാണ് ഇതൊരു വലിയ പ്രശ്നമാകും, ഞാൻ പറയുന്നവരെ ഇതാരെയും അറിയിക്കേണ്ട, കയറ്റി അയക്കാൻ പാടില്ലാത്ത അത്തറാണ് കയറ്റി അയച്ചത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ വലിയൊരു കേസ് തന്നെ വരുമെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഹീറോ തലകറങ്ങി താഴേക്ക് വീഴുകയാണ്. അവൻ അഭിനയിക്കുകയാണെന്നാണ് അജേഷ് വിചാരിച്ചത്. ശരിക്കും അവൻ ബോധം കെട്ട് പോയതായിരുന്നു. അവനെ ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നിറങ്ങി അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു കടയിൽ കയറി ജ്യൂസ് കുടിക്കുകയാണ്. ഷെറിൻ പറയാണ് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള കാലഘട്ടമാണ്, അതുകൊണ്ട് തന്നെ നിനക്കും ഇപ്പോൾ പ്രശ്നമായല്ലോ എന്നൊക്കെ അഭിലാഷിനോട് പറയാണ്. അവൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അഭിലാഷിന് സഹിക്കാനാകുന്നില്ല. അവളെ ഇങ്ങനെ പറ്റിക്കണോന്നൊക്കെ ബാവുക്കയോട് അവൻ ചോദിക്കുകയാണ്. ബാവുക്ക പറയാണ് അജേഷ് പറയുന്ന പോലെ നീ ചെയ്യ്, നിന്റെ പ്രണയം നീ എന്തായാലും അവളോട് തുറന്നു പറയാനായി പറയുന്നു. ഹീറോയായിട്ട് കേസിന്റെ കാര്യത്തിനായിട്ട് പോകുമ്പോൾ വീട്ടുകാരോട് പറയുന്നത് ആയുർവേദ ആശുപത്രി തുടങ്ങാനുള്ള സ്ഥലം കണ്ടുപിടിക്കാനാ പോകുന്നതെന്ന് പറഞ്ഞാണ് ഇവർ പോകുന്നത്. അവളെ കേസിന്റെ കാര്യത്തിനായി കൂട്ടിക്കൊണ്ടു പോകാനായി അഭിലേഷ് വരികയാണ് അവളുടെ വീട്ടിലേക്ക്. അവിടെ വരികയാകുമ്പോഴാണ് ഷെറിന്റെ കുട്ടിയെ കാണുന്നത്. അവളുടെ പേര് ദുബ എന്നാണ്. അവളോട് സംസാരിക്കുകയാണ് ഹീറോ. അവൾ സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. അഭിലാഷിനാണെങ്കിൽ ഒട്ടും ഹിന്ദി അറിയില്ല. മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരോട് മാത്രമേ മലയാളം സംസാരിക്കുകയുള്ളൂ. ഹീറോ ഷെറിനോട് ചോദിക്കുകയാണ് എനിക്ക് മോളോട് സംസാരിക്കണമെന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഹിന്ദി പഠിക്കണമെന്ന് പറയുകയാണ്. അഭിലാഷിനും ഷെറിനും കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഒരു ലെറ്റർ കിട്ടണമായിരുന്നു, അതിനാണ് അവർ അങ്ങോട്ടേക്ക് പോയത്. അവിടുത്തെ എസ് ഐ അജീഷിന്റെ കൂട്ടുകാരനായിരുന്നു. ഹീറോയോട് പറയാണ് അജീഷ് എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിരുന്നു, ഇതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമാണ്, അവൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത് എന്നൊക്കെ പറയുന്നു. അഭിലാഷ് ഈ കേസിന്റെ കാര്യമെല്ലാം ഷെറിനോട് പറയുമ്പോൾ അവൾ വിശ്വസിക്കുകയാണ് ഇത് വലിയ കേസാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. എന്തൊക്കെയോ കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്തിനാണെന്നൊക്കെ ഹീറോയിന് ചോദിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഒരുപാട് സംശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹീറോ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അജീഷിനെ വിളിച്ച് ചോദിക്കുകയാണ്. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ തിരിച്ച് വണ്ടിയിലേക്ക് വരുമ്പോൾ അവളെ കാണാനില്ല. ഇപ്പോൾ ഒരു സാമിയുടെ വീടിന്റെ മുറ്റത്താണ്. ആ സാമി മരിച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു. കുട്ടിക്കാലത്ത് ഈ വീട്ടിൽ എന്തോ മണിമുഴക്കം കേൾക്കുമ്പോഴേ ഇവർ പേടിച്ചു പോകുമായിരുന്നു. എന്തോ സൗണ്ട് കേട്ട് ഓടുന്ന സമയത്ത് ഷെറിൻ താഴെ വീണ കാല് പൊട്ടുകയാണ്. പേടിയുണ്ടെങ്കിലും നായകൻ അവളെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൾ ഓർത്തു വെച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം മറന്നെന്നാണ് അഭിലാഷ് വിചാരിച്ചിരുന്നത്. ഇതെല്ലാം കൂട്ടുകാരോട് ഷെയർ ചെയ്യും. കൂട്ടുകാർ പറയാണ് അവൾക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടായിരിക്കും. വിവാഹം കഴിഞ്ഞ ഒരാളെ വളയ്ക്കണമെങ്കിൽ അവളുടെ കുട്ടിയുമായി അടുക്കണം. അവളുടെ കുട്ടിയുമായി അടുക്കുവാനും ഹീറോ ശ്രമിക്കുന്നുണ്ട്. അതിനായി അവൻ ഹിന്ദിയൊക്കെ പഠിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്ക് താജു എന്ന് പറഞ്ഞ ഒരാൾ കടന്നു വരുന്നു. ഷെറിന്റെ ചേട്ടന്റെ അളിയനായിരുന്നു ഷാജു. അവൻ ബിസിനസ് കാര്യങ്ങൾ നടത്തുന്നവനും വിവാഹിതനുമായിരുന്നു. അവന്റെ ഭാര്യയ്ക്ക് മറ്റൊരു അഫെയർ ഉണ്ടായിരുന്ന. കല്യാണത്തിന് മുമ്പ് തന്നെ സ്നേഹത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ പുറകെ അവൾ പോയിരുന്നു. അതുകൊണ്ട് തന്നെ അഭിലാഷിന് പേടിയാണ്, ഇവൻ ഷെറിനെ വളയ്ക്കാൻ വന്നതാണോ എന്നാണ് അവന് പേടി. താജുവിന്റെ മോനുമായിട്ട് ഷെറിന്റെ മോള് കളിക്കുന്നുണ്ടായിരുന്നു. താജു ആണെങ്കിൽ ഷെറിന്റെ മോളോട് ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കേസിന്റെ കാര്യത്തിനായിട്ട് ഷെറിനുമായിട്ട് പോകുമ്പോഴെല്ലാം താജുവിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമായിരുന്നു. അവന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ പോയതാണ്, അതുകൊണ്ട് തന്നെ അവൻ വേറൊരു കല്യാണം ആലോചിക്കുന്നുണ്ടെന്നൊക്കെ അഭിലാഷിനോട് പറയുന്നു. ഒന്ന് വഴി തന്നെ വണ്ടി കേടാകുകയാണ്. അവർ ആ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ താജു അങ്ങോട്ടേക്ക് വരുന്നു. താജുവിന്റെ കാറിൽ അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവന്റെ ബിസിനസ്സുകാരമായ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നു. ബിസിനസിനെ പറ്റിയൊക്കെ പൊക്കി പറയുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യവും കൂടെ വരുന്നുണ്ട്. ഷെറിനാണെങ്കിലും എങ്ങനെയെങ്കിലും ആ
വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്നേ ഉള്ളൂ. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു. നായകൻ പറയാണ് അവൻ എന്തൊരു കത്തിയാണെന്ന്. അപ്പോൾ ഹീറോയിനി പറയാണ് അവൻ കത്തിയാണെങ്കിലും അവനൊരു പാവമാണ്. ഇങ്ങനെ പറയുന്നൊന്നും അഭിലാഷിന് ഇഷ്ടമാകുന്നില്ല. ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ താജും ഉണ്ടായിരുന്നു, ഷെറിനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും എന്തിനായിരിക്കാം ഇവിടെ വന്നേ എന്ന് ഹീറോ വിചാരിക്കുകയാണ്. ഹീറോയുടെ അമ്മ കൊടുത്ത അച്ചാറ് താജുവിന് ഇഷ്ടപ്പെട്ടിരുന്നു. ഷെറിന് കൊടുത്ത അച്ചാറായിരുന്നു അത്. താജു കഴിച്ചിരുന്നു. അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവന്റെ ഹോട്ടലിൽ ഈ അച്ചാറും കൂടെ വിളമ്പണമെന്നാണ് അവൻ പറയുന്നത്. അമ്മയ്ക്ക് ഒരു ബിസിനസ് ഐഡിയയുമായിട്ടാണ് അവൻ അവിടെ വന്നതും. ഇത് കേൾക്കുമ്പോൾ അഭിലാഷിന് സമാധാനമാവുന്നു. അവൻ വിചാരിച്ചത് ഷെറിനും അവനും തമ്മിലുള്ള വിവാഹകാര്യമെല്ലാം പറയാൻ വന്നതാണ് വിചാരിച്ചിരുന്നത്. നാട്ടിലുള്ള കുറച്ച് മുട്ടായികളെല്ലാം മേടിച്ചുകൊണ്ട് ഷെറിന്റെ കുട്ടിക്ക് കൊണ്ട് കൊടുക്കാനായി വരികയാണ്. അപ്പോഴാണ് ആ കുട്ടിയുടെ കയ്യിൽ നിറച്ച് ചോക്ലേറ്റുമായി ഇരിക്കുന്നത് അവൻ കാണുന്നത്. എല്ലാവരുടെയും ചോക്ലേറ്റ് ഇരിക്കുന്നത് കണ്ടിട്ട് ഹീറോ ചോദിക്കുകയാണ് എവിടെ നിന്നാണ് ഈ ചോക്ലേറ്റ് എന്ന്. താജുവിന്റെ ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അവൻ കൊണ്ടുവന്നതാണ് ഈ ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റുകൾ അവൾക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അവന്റെ മുട്ടായി കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് അവൾക്ക് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് സങ്കടത്തിലിരിക്കുകയാണ്. ഹീറോയ്ക്ക് മനസ്സിലായി താജു ഷെറിനോട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അവൾക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, അതായിരിക്കും അവന് സങ്കടമെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്. ഈ കാര്യം അറിയുമ്പോൾ ഹീറോയ്ക്ക് ഒത്തിരി ഹാപ്പി ആകുകയാണ്. വൈകുന്നേരം ഷെറിനാണെങ്കിൽ ഹീറോയെ കാണാനായി വരുന്നു. അവളുടെ വിഷമങ്ങൾ ഹീറോയോട് പറയുകയാണ്. വീട്ടിലുള്ളവരെല്ലാവരും താജുവിനെ വിവാഹം ചെയ്യാനാണ് പറയുന്നത്. ഏറ്റവും വലിയ കോമഡി, താജു എന്നെക്കാട്ടും 3 വയസ്സ് ഇളയതുമാണ്. വർഷങ്ങളായിട്ട് മിണ്ടാത്ത എന്റെ ഉപ്പ പോലും താജുവിനെ വിവാഹം കഴിക്കാനാണ് പറയുന്നത്. എന്റെ മനസ്സ് മാത്രം ഇവർക്കാർക്കും കാണാനായി കഴിയുന്നില്ല. അവൻ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ടതായതുകൊണ്ടാണ് ഇവരെല്ലാവരും നിർബന്ധിക്കുന്നതും. ഇവൾ നേരത്തെ സ്നേഹിച്ചിരുന്നത് മറ്റൊരു ജാതിക്കാരനെയായിരുന്നു, അതുകൊണ്ടാണ് ഇവരുടെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. എന്നിട്ട് പോലും ഹീറോയാണ് ഇവരുടെ കല്യാണത്തിന് മുന്നേ നിന്നതും. ഒരുപാട് ഇഷ്ടമുണ്ടായിട്ട് പോലും ഹീറോയ്ക്ക് ഒരിക്കൽ പോലും അവളോട് തുറന്നു പറയാൻ പോലും പറ്റിയിരുന്നില്ല. അവളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അവളെ മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോലും അവൻ കൂടെ നിന്നതും. താജുവിനെ എനിക്ക് എന്തായാലും വിവാഹം ചെയ്യാനായി പറ്റില്ല. എനിക്ക് ഏറ്റവും ആശ്വാസമുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ നീ എൻ്റെ കൂടെ ഉള്ളതാണ്. എന്നെ വെറും ഒരു കൂട്ടുകാരനായി മാത്രം കാണുന്ന ഇവളോട് എൻ്റെ ഇഷ്ടം എങ്ങനെ തുറന്നു പറയുമെന്ന് ഓർക്കുകയാണ് അഭിലാഷ്. ബസിന്റെ ആവശ്യത്തിനായി ഇവർ രണ്ടുപേരും പോകുമ്പോൾ ഉപ്പയുടെ ആവശ്യത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഇവർ വരികയാണ്. ഇരിക്കുമ്പോൾ ഷെറിനാണെങ്കിൽ അഭിലാഷിനോട് തൻ്റെ വിഷമങ്ങളെല്ലാം പറയുകയാണ്. ഇപ്പോഴേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിലാണ് ഈ സ്മഗ്ലിംഗ് കേസ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് പുറകിൽ ഒരാൾ ഇതെല്ലാം കേൾക്കുന്നത്. എന്തിനാണ് ഇത്രയും വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ, നിങ്ങളെ ഇവര് പറ്റിക്കുകയാണെന്നൊക്കെ അയാൾ പറയുകയാണ്. ഒരു പക്ഷേ കള്ളനായിരിക്കാമെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഷെറിനും ഒന്ന് പേടിക്കുന്നു. അഭിലാഷും തന്റെ കള്ളം പൊളിയുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതും. ഒരു കുറ്റവാളിയാണ്, അവൻ ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞതാണെന്ന് നായകൻ നായികയോട് പറയുകയാണ്. അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെന്ന് ഹീറോയിനിക്ക് തോന്നുകയാണ്. അവൾ പറയുകയാണ് നമുക്ക് ആ വക്കീലിനെ മാറ്റി മറ്റൊരു വക്കീലിനോട് ചോദിച്ചാലോ എന്ന്. അപ്പോൾ അഭിലാഷ് പറയുകയാണ് അവൻ നമ്മുടെ കൂട്ടുകാരനല്ലേ, നമ്മളെ ചതിക്കില്ല, അവൻ പറയുന്നത് ശരിയായിരിക്കും എന്ന് പറയുന്നു. നായകനാണെങ്കിൽ കൂട്ടുകാരനോട് വന്ന് പറയുകയാണ് ഈ കേസിനെ പറ്റി അവൾക്ക് സംശയമുണ്ട്, എന്നാൽ ഈ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് കൂട്ടുകാരൻ പറയുന്നു. ശരിയാനായിട്ട് ലൈസൻസ് കൊണ്ട് കാണിക്കണം അവളെ, അതിനുവേണ്ടി അത്തർ കമ്പനിയുടെ മുതലാളിയെ പോയി കാണണം, അവിടെ ചെന്നിട്ട് ലൈസൻസിന്റെ കോപ്പി വാങ്ങണം, അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം അവിടെ തീരും. അങ്ങനെ പോകുകയാണ്, നിനക്ക് അവളോട് ഇഷ്ടം തുറന്നു പറയാമെന്നൊക്കെ പറയുകയാണ്. അവർ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോഴത്തേക്കിന് നായിക പറയുകയാണ് അവിടെ ഒരു കുന്നില്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ചെല്ലുമ്പോൾ അവളുടെ മോളാണെങ്കിൽ അവന്റെ മടിയിലാണ് കിടക്കുന്നത്. അത് കാണുമ്പോൾ അവന് സന്തോഷമാകും. അവൻ കൂട്ടുകാരനെ വിളിച്ച് പറയും. കൂട്ടുകാർ പറയാണ് എന്തായാലും നിന്റെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് കത്ത് എഴുതിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് അവൾ പറയുന്നത് അവളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളാണ്. എൻ്റെ ഭർത്താവുമായി ഞാൻ ഇവിടെ വന്നിരുന്ന് എന്ത് സന്തോഷത്തോടെയാണ് ഞാൻ അവനെ കണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ഇഷ്ടം തുറന്നു പറയാനും കഴിയുന്നില്ല. അവൾക്ക് ഭർത്താവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ അവർ തിരിച്ചു പോകുന്നു. ഹീറോയാണെങ്കിൽ സ്കൂളിൽ നടന്ന കാര്യം ഓർക്കുന്നു. ഹീറോയാണെങ്കിൽ ലെറ്ററുമായിട്ട് ഇപ്പോൾ ഹീറോയിനെ അടുത്തേക്ക് വരികയായിരുന്നു. അതേ സമയമാണ് അമീർ ആണെങ്കിൽ അവൾക്ക് കൊണ്ടുപോയി ലെറ്റർ കൊടുക്കുന്നത്. അന്ന് അത്തറും കൊണ്ട് കൊടുത്തിരുന്നു. ആ ഒരു അത്തർ അന്വേഷിച്ചാണ് തുടക്കത്തിലും നായിക അവന്റെ ആ കടയിലേക്ക് വന്നതും. അവിടെ വെച്ച് അവനാണെങ്കിൽ അവൾക്കൊരു മുത്തവും കൊടുക്കുന്നു. ഇങ്ങനെയാണ്
അമീറും അവളും സ്നേഹത്തിലായിരുന്നതും. ഇതെല്ലാം കണ്ടിട്ടും ഹീറോയ്ക്ക് സങ്കടമുണ്ടെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ഹീറോ കൂട്ടുനിന്നിരുന്നു. യാത്ര കഴിഞ്ഞ് വന്ന ഹീറോയ്ക്ക് സംശയമാണ്. എൻ്റെ ഇഷ്ടം ഇനി തുറന്നു പറയേണ്ട, കൂട്ടുകാരെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. നായകൻ്റെ കൂട്ടുകാരനാണെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കുകയാണ്. നീ ആണെങ്കിൽ അവളോട് ഇഷ്ടം ഇനിയെങ്കിലും തുറന്നു പറ, ഇല്ലാത്ത കേസിന് വേണ്ടി നീയും അവളുടെ കൂടെ കുറേ നാൾ നടന്നില്ലേ, നീ ഇനിയെങ്കിലും ഇഷ്ടം പറ എന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് അയക്കുകയാണ്. പക്ഷേങ്കിൽ ആ മെസ്സേജ് പോയത് കൂട്ടുകാരുടെ ഗ്രൂപ്പിലേക്കാണ് മെസ്സേജ് പോയത്. അതൊന്നും ആ കൂട്ടുകാരൻ അറിഞ്ഞില്ല. പിറ്റേ ദിവസമാണ് അവൻ അറിഞ്ഞത് 10ാം ക്ലാസ്സുകാരുടെ ഗ്രൂപ്പിലോട്ടാണ് ഈ മെസ്സേജ് പോയെന്നും. ആ വോയിസ് ഷെറിൻ ഉൾപ്പെടെ മറ്റുള്ള കൂട്ടുകാരെല്ലാം കേട്ടു. ഇനി എങ്ങനെ അവളെ ഫേസ് ചെയ്യുമെന്നാണ് ഹീറോ ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെ അവളെ എങ്ങനെ നോക്കും, ഇനി അവളോട് എന്ത് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ ടെൻഷൻ അടിക്കുമ്പോൾ കൂട്ടുകാരൻ പറയാണ് ഞാൻ അവളോട് എല്ലാ കാര്യവും പറയാമെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതിനു മുമ്പ് തന്നെ അവൾ അവരുടെ മുന്നിലേക്ക് വരികയാണ് നിറകണ്ണുമായി. ഇവിടെയുള്ള ആകപ്പാടെയുള്ള ആശ്വാസം നീയായിരുന്നു, എന്നാൽ ഇപ്പോൾ അതും പോയി, ഞാൻ ഇവിടുന്ന് മുംബൈയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയുന്നു. പിറ്റേന്ന് കേസ് എല്ലാം ക്ലോസ് ചെയ്ത് അജേഷാണ് അതിൻ്റെ ലെറ്റർ ആണെങ്കിൽ അവളെ കൊടുക്കുന്നു. അജേഷിനോട് പോലും അവൾ മിണ്ടുന്നില്ല. ഹീറോയുടെ അമ്മ പറയുകയാണ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ടും ഭർത്താവിനോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട്, യഥാർത്ഥ സ്നേഹം അങ്ങനെയാണ്, നമുക്കിടെ മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. അച്ഛനോട് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവൾക്കും അതുപോലെ തന്നെ ആയിരിക്കും, അവളെ ഭർത്താവിനോടല്ലേ കൂടുതൽ ഇഷ്ടം. താജു ഇപ്പോൾ അഭിലാഷിനോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് അവളോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം, ആ ഇഷ്ടം തുറന്നു പറഞ്ഞെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവൾ നിങ്ങളോടും ഇഷ്ടമാണെന്ന് പറഞ്ഞേനെ, പക്ഷെ നിങ്ങൾ ഒരിക്കലും പോലും തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറയുമ്പോൾ ഹീറോയ്ക്കും തോന്നുകയാണ് ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ശരിയായേനെന്ന്. താജു പറയാണ് ഞാൻ ചോദിച്ചപ്പോൾ അവൾ നോ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ, കുട്ടിക്കാലം തൊട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, നീ തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ അവൾ ഇഷ്ടം തോന്നിയേക്കാം. അവളാണെങ്കിൽ ഇപ്പോൾ മുംബൈയിലേക്ക് പോകാനായി നിൽക്കുകയാണ്. അവൻ്റെ കൂട്ടുകാരൻ വന്ന് അവളോട് പറയാണ് അവന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, നിന്നെ മറക്കാനായി കഴിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് സങ്കടമാക്കിയ. നീ മുംബൈയിൽ വെച്ച് നിന്റെ ക്ലിനിക്കിൽ പ്രശ്നമുണ്ടായപ്പോഴും അവിടെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിക്കപ്പോഴും ഞാനാണ് നിന്നെ സഹായിച്ചത്, അത് അവൻ പറഞ്ഞിട്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയുകയാണ്. അതേസമയമാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നതും. ഹീറോ ചോദിക്കുകയാണ് ഞാൻ കാരണമാണ് നീ മുംബൈയിലേക്ക് പോകുന്നത്. ഒരിക്കലുമല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊന്നും അറിയാതെയാണ് ഞാൻ നിന്നോട് സംസാരിച്ചത്, നിന്നോട് എനിക്കൊരു പിണക്കമില്ലെന്ന് അവൾ പറയുന്നു. അവിടേക്ക് ട്രെയിൻ വരികയാണ്. അവൾ പോകാൻ നേരം ഹീറോ പറയുകയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, കുട്ടിക്കാലത്ത് പോലും നിന്നെ ഞാൻ സ്നേഹിച്ചത് കൊണ്ട് തന്നെ നിന്നെ എനിക്കിപ്പോൾ മറക്കാനും ആകുന്നില്ല, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ അമ്മ പറയുന്നത് പോലെ. അപ്പോൾ അവൾ പറയുകയാണ് നിന്നെ എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. ഹീറോ പറയുവാണ് നിന്നോട് എനിക്ക് ഇഷ്ടം പറയണമെന്ന് മാത്രമേ ഉള്ളൂ, അത് പറയുമ്പോൾ തന്നെ എനിക്ക് സമാധാനമാകുമെന്ന്. ഹീറോയിനി ട്രെയിനിലേക്ക് കയറുകയാണ്. ഹീറോയിനിയുടെ മോളാണെങ്കിൽ ആദ്യമായി മലയാളത്തിൽ ഹീറോയോട് സംസാരിക്കുന്നു. ഇത്രയും അടുപ്പമുള്ളവരോട് മാത്രമേ ഉള്ളൂ ദുബാ മലയാളത്തിൽ സംസാരിക്കുകയുള്ളൂ, അതിനർത്ഥം ഹീറോയോട് ദുബായ്ക്ക് ഇഷ്ടമുണ്ടെന്നാണ്. അവൻ ഇഷ്ടം തുറന്നു പറഞ്ഞെങ്കിൽ അവൾ അത് സ്വീകരിക്കാതെ പോവുകയാണ്. ഇതോടെയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.